ഹായ്, ഞാൻ സോളമൻ. ഇപ്പൊ സംസാരിക്കുന്നത് നമ്മള് ഇവിടെ നമ്മുടെ വണ്ടിയമ്മ കുരങ്ങന്മാരൊക്കെ ആക്രമിക്കാൻ വരുന്നുണ്ട്. പോടങ്ങടെ ഇവര് പറഞ്ഞ കൂട്ടാക്കണില്ല. വണ്ടിയിൽ മാറാ. എന്തോണി ഇങ്ങനെ വന്ന അടി കിട്ടൂട്ടാ. നമ്മളെ ആക്രമിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വേടാ. ഇവര് നമ്മളെ ആക്രമിക്കാൻ വരുന്ന ആൾക്കാരാണ്. എന്തോ ഫുഡ് കിട്ടാത്ത ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നമ്മളെന്തെങ്കിലുമൊക്കെ ലൈറ്റ് ആയിട്ട് കൊണ്ടുവന്നുണ്ട്. പേടിക്കണ്ട കേട്ടാ. തന്നു കഴിഞ്ഞ പ്രശ്നം. അത് കാരണം ഞങ്ങള് ഇവരൊന്നും എടുത്ത് ഇങ്ങോട്ട് പിടിക്കുക. അഡ്ജസ്റ്റ് ചെയ്യാം. പ്രശ്നം ഉണ്ടാക്കരുത്. നോട്ടോട്ട് പോവേ. പ്രശ്നം ഉണ്ടാക്കാനൊക്കെ. അപ്പൊ ഞങ്ങൾ നിക്കണത് ഈ വ്യൂ പോയിന്റിലാണ്. അവിടെ നല്ല മഞ്ഞുണ്ട്, കോടയുണ്ട്. ഇവര് നമ്മുടെ ഏറ്റവും വലിയ കള്ളന്മാരെന്നുണ്ട്. ഇവര് അപ്പൊ തന്നെ അലക്കാളെ പറയുന്നത്. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും കുറച്ച് വാട്ടർ ഐറ്റംസുകൾ കൊടുക്കുന്നുണ്ട്. കാരണം അവർക്ക് എന്തെങ്കിലും കൊടുത്തില്ല മോശമല്ല. കൊടുത്ത പ്രശ്നം, കൊടുത്തില്ലേലും പ്രശ്നം. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് എന്തായാലും ഒരു 2-3 പേരുള്ളൂ നമ്മുടെ വണ്ടിയിൽ കിടന്നിപ്പോ. നമ്മളായാലും വീട്ടിൽ പറഞ്ഞ പോലെ ഒന്നും കിട്ടാണ്ട് വന്നിട്ട് ഒരു മാസമായിട്ട് വണ്ടി തുറന്നു വിട്ടിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അതൊരു മോശമല്ല. അപ്പൊ ഈ കോട കണ്ടപ്പോ, മഞ്ഞ് കണ്ടപ്പോ ഇങ്ങനെ അത് ആസ്വദിച്ച് നിൽക്കുക. പക്ഷെ ഇവരുടെ കേസ് അതല്ല. ഇവർക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല. അതിന്റെ ഒരു വിഷമത്തില അവർ നിക്കണേ. ഞങ്ങൾ ടൂറിസ്റ്റുകാരോടൊക്കെ ചോദിക്കണ്ട, എന്തെങ്കിലും തരുമെന്ന് ചോദിക്കണ്ടേ. പക്ഷെ നമുക്ക് ആ ഭാഷ അവരെ മനസ്സിലാവില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എന്തെങ്കിലും ഫോറസ്റ്റുകാർ എന്തെങ്കിലും ഉണ്ടായാലും നമുക്ക് ഇത്രല്ലേ വരാൻ പോകുള്ളൂ. ഒരാളുടെ വിശപ്പ് മാറ്റാന്നുണ്ടെങ്കിൽ അതിലും വലിയ കാര്യം വേറൊന്നുമില്ലല്ലോ. അപ്പൊ ആൾക്കാർ നിസ്സാരക്കാരില്ല. ഞാനിവിടെ നിക്കണമെന്നുള്ളൂ. പ്രശ്നം ഉണ്ടാക്കരുത്. എന്താ അമ്മേ, കോട്ടയിലുള്ള കളി എന്നോട് വേണ്ട. ഇങ്ങോട്ട് നോക്കിയേ. ഇല്ല, കുഴപ്പമില്ല. അവർക്കും മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഇന്നസെന്റിന്റെ ശബ്ദമൊക്കെ എടുത്തപ്പോ അവർക്കും മനസ്സിലായി ഈ പ്രശ്നമാണ്. ഓർമ്മയുണ്ടായി മുഖം പുല്ല. ഇല്ല, അവർ വിട്ടു. അവർക്ക് കാര്യം മനസ്സിലായി. ആള് പശുകാരൻ മനസ്സിലായി. അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണത് സ്ഥലം മനസ്സിലായില്ലേ? ഒരു ജാതി കോടൊക്കെ വന്നിട്ട് ഞാൻ കൂളി ഗ്ലാസ് വെച്ചപ്പോ എനിക്ക് കണ്ണാനുണ്ടായി. അതിന് മുകളിലേക്കൊക്കെ നോക്കുമ്പോ ഇവിടുന്ന് പോവാൻ തോന്നിക്കില്ല കേട്ടാ. ഈ സ്വർഗത്തിൽ ഇത്രയ്ക്കും നല്ല സ്ഥലം ഉണ്ടോന്ന് അറിയില്ല. ഭൂമിയിൽ ഇതുപോലത്തെ സ്ഥലം ഉണ്ടെന്ന് എപ്പോഴും മനസ്സിലായി. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവിടുന്ന് പോയില്ല പ്രശ്നമാണ്. പിന്നെ വീട്ടില് വലിയ കുഴപ്പമൊന്നുമില്ല. ആളെന്തോ പുല്ലൊക്കെ വരിച്ച് തിന്നുണ്ട്. ഈ പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ടപ്പോ ഇവര് ഇരിക്കണേ. ഈ കുരങ്ങന്മാർക്ക് മനസ്സിലായി ഇവങ്ങനെ വലിയ വലിയ ഡയലോഗ് വിട്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു പാടുണ്ടാവില്ല എന്ന് മനസ്സിലായപ്പോ അവരും മെല്ലനെ എന്തൊക്കെയോ പുല്ലും തിന്നെന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയോ പുല്ലുകളും അങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ കൊടുക്കാരെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. നമ്മുടെ കിഡ്നി അച്ഛൻ പറഞ്ഞ പോലെ, നമ്മുടെ ചെറുമലച്ചൻ പറഞ്ഞ പോലെ, നിങ്ങളെ കിഡ്നി കൊടുത്തില്ലെങ്കിലും ചട്നിയിലും കൊടുത്തോളട്ടെ. വെറുതെ എന്തൊട്ട് തേങ്ങയുണ്ട് പറയണേ. ഇതൊക്കെ കേട്ടപ്പോ കുരങ്ങന്മാർക്ക് കാര്യം മനസ്സിലായി. ഇവനാള് പശുക്കാരൻ. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലേ, കോട ഇങ്ങനെ അടിപൊളി. അടുക്കരുത്. കുട്ടി കുരങ്ങനാ. നമ്മുടെ അതേ സ്വഭാവ. ഒന്നും പറഞ്ഞ കൂട്ടാക്കില്ല. വെള്ളം കുടിക്കണ്ടേ. പറഞ്ഞ കൂട്ടാക്കില്ല. പിന്നെ അവർക്ക് വെള്ളം കുടിക്കണ്ടേ. ഒന്നും കൊടുക്കണില്ല. വെള്ളം കുടിക്കാൻ സമ്മതിക്കണില്ല. അവര് പാൻ നോക്കണ്ടേ. അവര് എന്തോ ഒരു കാര്യത്തിലുള്ള ആൾക്കാരൊന്നുണ്ട്. പാനൊക്കെ നോക്കി കൊടുക്കണ്ട്. ഒരാള് അടുത്ത വാഹനത്തിന്റെ മുകളിൽ കയറി ഇരിപ്പായി. ഇവരെനിക്ക് തോന്നുന്നത് സമരം ചെയ്യാവോ എന്നൊരു സംശയമുണ്ട്. ഇവരെ ഫുൾ ടീം ഓർന്ന് വരുന്നുണ്ടാ. ഞങ്ങള് കൂടുതൽ പ്രസംഗത്തിന് നിൽക്കണില്ല. ഞങ്ങള് നെല്ലിയാമ്പതിയിലേക്ക് കിടക്കാനുള്ള പരിപാടിന്. ഇവിടെ നമ്മൾ ഡയലോഗ് കൂട്ടുന്ന ഇവരെ കയ്യിൽ ചുട്ടടി കിട്ടും. ഇവര് നിസ്സാരക്കാരൊന്നല്ല, കുരങ്ങന്മാരെന്നു പറയണമെന്നുള്ള. ഇവർ കൂട്ടം കൂടി കഴിഞ്ഞാൽ അടിയുടെ പെരുന്നാൾ കിട്ടും. അപ്പൊ ഞാനും ആന്റണിന്റെ ഞങ്ങൾ കൂടുതൽ ഡയലോഗ് കൂടില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ കൊടുത്തിട്ടും നല്ലതിനെ സ്റ്റാൻഡ് വിടാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇനി ഈ മാസം ഇന്ന് തൊട്ട് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ കൂളിംഗ് ഗ്ലാസ് ഊരി. മമ്മൂട്ടിക്കും എനിക്കും മാത്രം ഇത്രയധികം കൂളിംഗ് ഗ്ലാസുകളുള്ളൂ. അപ്പൊ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കൂളിംഗ് ഗ്ലാസ് ഊരി. അവര് കിടന്നിട്ടാ. അവര് ജാതി റോളുകളാ. പെന്നോക്കലും പരിപാടികളൊക്കെയാണ്. അവർക്ക് അത്യാവശ്യം ഫുഡൊക്കെ കിട്ടുന്നുണ്ട്. കൊണ്ട് ഇവിടുന്ന് എന്തായാലും ഫോറസ്റ്റുകാരെ കൊണ്ടു കൊടുക്കണ്ടാവും തോന്നാം. അല്ലാണ്ട് ഈ വീട്ടുകളിൽ ജീവിക്കണ്ട.
പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ അരിക്കൊമ്പന്റെ കേസൊക്കെ പറഞ്ഞ പോലെ അവർക്ക് ഭക്ഷണം കിട്ടാണ്ടാവുമ്പോഴാണ് ഇവരൊക്കെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം നാട്ടില്. അല്ലാണ്ട് ഇപ്പോ ഇവരൊന്നും ഒരിക്കലും വന്നിട്ട് നമ്മളെ വന്യ ജീവികളൊന്നും വന്നിട്ട് നമ്മളെ ആക്രമിക്കാറില്ല. അപ്പൊ നമ്മളിവർക്ക് നമ്മള് ഭക്ഷണം കിട്ടാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പ്രാന്താവും എന്ന് പറഞ്ഞ പോലെ ഇവർക്ക് ഭക്ഷണം കിട്ടാണ്ടായി കഴിഞ്ഞാൽ അവർക്ക് പ്രാന്താവും. അപ്പൊ ചിലപ്പോ അവരെന്താ ചെയ്യാന്നുള്ള അറിയില്ല. ഞങ്ങൾ തന്നെ വന്നപ്പോ ഞങ്ങൾക്ക് കുറച്ച് ഐറ്റംസ് കിട്ടി, എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തുകൊണ്ടായി. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ ഗടികളല്ല, നമ്മുടെ കൂടെ അവരും ജീവിക്കട്ടെ അല്ലെ. എല്ലാവരും ജീവനുള്ളവർക്ക് ജീവിക്കട്ടെ. നമ്മൾ ഈ ലോകത്ത് എന്തൊക്കെയാ നേടിയാലും അല്ലെ, ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫലമില്ല എന്ന് പറഞ്ഞ പോലെ ഇവരൊക്കെ കിട്ടി എന്തെങ്കിലും കൊടുത്തു പോകുമ്പോ ചിലപ്പോ സ്വർഗത്തിൽ ചെല്ലുമ്പോ ദൈവം ചോദിച്ചാലോ. ഓക്കെ, താങ്ക് യു. അപ്പോ